ക്രോസ് ഫയറിൽ നമുക്കൊപ്പം ഉള്ളത് പത്മജ വേണുഗോപാലാണ്. സ്വാഗതം. ഈ BJPയിലേക്ക് മാറിയിട്ടിപ്പോൾ ഒരു വർഷമാവുകയാണ്. ഏത് തരത്തിലാണ് ഈ ഒരു വർഷക്കാലത്തെ ഒരു വർഷം കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ വർഷക്കാലം എങ്ങനെയാണ്? രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? കോൺഗ്രസ് നല്ല മനസ്സമാധാനമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു മാറ്റം. കാരണം ആവശ്യമില്ലാത്ത നമ്മളെ കാര്യങ്ങളിൽ ഇടപെടാനോ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്തെങ്കിലും പറയാനും ചെയ്യാനും. നമ്മളെങ്ങനെ എന്താ പറയുക, കോൺഗ്രസ്സിൽ നിന്നപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം, ഞാൻ തൃശ്ശൂർ 10 കൊല്ലമായിട്ട് അവിടെ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്താ പറയണ്ട, കുറേ ഇല്ല, പാർട്ടിക്കാരും ജനങ്ങളും എൻ്റെ കൂടെയുണ്ട്. ഒരു 3-4 നേതാക്കന്മാർ ഭയങ്കര എതിരായിരുന്നു എനിക്ക്. എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞേക്കണം തൃശ്ശൂരിൽ നിന്ന്. അതിനു വേണ്ടി ഓരോ സന്ദർഭങ്ങളിലും എൻ്റെ മനസ്സ് തളർത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും, പിന്നെ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, കോൺഗ്രസ്സുകാരനെ തോൽപ്പിക്കുന്ന ഒരു രീതി, ഇതൊക്കെ ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ അവസാനം ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹെൽത്ത് പ്രോബ്ലം വന്നു. ഒരു 2 കൊല്ലം നന്നായിട്ട് ഞാൻ ബുദ്ധിമുട്ടി ഹെൽത്തിൻ്റെ കാര്യത്തിൽ. എന്നാലും ഞാൻ എന്താ പറയണ്ടത്, സർജറി ഒക്കെ കഴിഞ്ഞാൽ അതും വെച്ച് ഞാൻ DCC മീറ്റിങ്ങിനൊക്കെ പോകും. നമുക്ക് ഓപ്പണായിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ മനസ്സെല്ലാം കൊണ്ടും അങ്ങ് നമ്മുടെ തളർന്നു. ഇനി എന്താ, ഇതിൽ വേണോ വേണ്ടേ, രാഷ്ട്രീയം തന്നെ വേണോ എന്നൊക്കെ ആലോചിച്ചൊരു സമയത്താണ് പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് മോദിജീനെ ഭയങ്കര ഒരു പണ്ടേ ഒരു ഉള്ളിൽ നമ്മൾ പറയില്ലേ, ഒരാളെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ പോകണം എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ എനിക്ക് വേറൊരു പാർട്ടി ആലോചിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ BJP. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുറച്ച് ദിവസം കൊണ്ട് എടുത്ത തീരുമാനം 2 ദിവസം എടുത്തുള്ളൂ എന്നുണ്ട് ഇത്രയും കാലത്തെ. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തീരുമാനം എടുക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല. പക്ഷെ ആരും അറിഞ്ഞില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എൻ്റെ അടുത്ത്, കാരണം എത്രയായാലും ഞാൻ ജനിച്ച് വീഴുമ്പം ഈ കോൺഗ്രസ്സിലേക്കാണ്. ബാക്കി എല്ലാവരും 17-18 വയസ്സായിട്ടില്ലേ കോൺഗ്രസ്സിലേക്ക്. കാരണം ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ MLA ആയിരുന്നുകൊണ്ട് വീട്ടിലെപ്പോഴും ആളും തിരക്കും. ഇത് കണ്ടിട്ടാണ് വളർന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ പാർട്ടിയോടൊരു അടുപ്പം, ഞാൻ അച്ഛൻ പോയിട്ട് പോലും പോകാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അവസാനമായപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉപദ്രവിച്ചു കോൺഗ്രസ്സുകാർ. അതിന് നേതൃത്വത്തിലുള്ളവരും എല്ലാവരും സപ്പോർട്ട്, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, 1-2 പേര് നല്ല ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എല്ലാം ഒരു ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്, അവരാണല്ലോ തീരുമാനിക്കണേ ആരിതിൽ നിൽക്കണം നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് പോകുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സമാധാനം നല്ലോണം ഉണ്ട്. കാരണം നമുക്ക് ഇപ്പോഴത്തെ പുതിയ പ്രസിഡൻ്റ് ആയാലും അദ്ദേഹത്തിന് എപ്പോൾ വിളിച്ചാലും നമുക്ക് ഫോണിൽ കിട്ടും, സംസാരിക്കാം, നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാം. അതെന്നെ വലിയൊരു കാര്യമല്ലേ. കുറേയധികം പ്രവർത്തകരും പത്മജ വേണുഗോപാലിൻ്റെ പുറകെ തന്നെ BJPയിലേക്ക് ചേർന്നിരുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ഫേസ് എന്നുള്ള നിലയ്ക്ക് BJPയിലേക്ക് എത്തിയ ആളാണ്. ആ നിലയ്ക്കുള്ള ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാനൊന്നും പ്രത്യേകം ചോദിച്ചിട്ടല്ല വന്നത് ഇങ്ങോട്ട്. എല്ലാവരും പറയേണ്ടത് ഞാൻ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന്. എനിക്കങ്ങനെ ചോദിക്കണം എന്ന് തോന്നിയില്ല. എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് കേൾക്കില്ല, ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. ശരിക്കും അവരെന്തായാലും എന്നെ അംഗീകരിക്കും, അതെനിക്കറിയാം. പിന്നെ എല്ലാ പാർട്ടിയിലും ഉള്ളമാതിരി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ BJPയിലും ഉണ്ടാവും. ഞാൻ പക്ഷെ ഒരു ഭാഗത്തിൻ്റെയും ഇത് പിടിക്കാൻ പോകണില്ല. കാരണം അത് മതിയായിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏത് പാർട്ടിയിലായാലും നമ്മൾ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നെ ഇതൊന്നും ബാധിക്കില്ല. എന്നെന്തോ അവരൊന്നും നല്ല രീതിയിൽ തന്നെ അച്ഛൻ്റെ മകൾ എന്നുള്ള പേരിൽ വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്ന ആൾക്കാരെന്ന് പറയാൻ, ഞാൻ ശരിക്കും ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല. എനിക്കിനി ഇഷ്ടംമാതിരി ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. കാരണം അത്രയും ബന്ധങ്ങളുണ്ട് എനിക്ക്. കുട്ടിക്കാലം തൊട്ട് നമ്മുടെ വീട്ടിൽ കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടി സാറും അച്ഛനുമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രവർത്തകരായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ ബെഡ്റൂമിൽ പോലും പാർട്ടി പ്രവർത്തകർ കയറി ഇറങ്ങുന്നതാണ്. അപ്പോൾ അത്രയും ബന്ധങ്ങളുണ്ട് അവരുമായിട്ട്. അപ്പോൾ അവരെന്നിട്ട് പറയണത്, ചേച്ചി ഞങ്ങളെ വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്. ഞാൻ വിളിക്കാം, ഇപ്പമല്ല, എന്തായാലും കുറേ പേര് നിൽക്കുന്നുണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്. അതുകൊണ്ട് ശരിക്കും എല്ലാവരും പറഞ്ഞ മാതിരി ഞാൻ കൊണ്ടുവരേണ്ട രീതിയിലത്തെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും.
അതെനിക്ക് ഉറപ്പുണ്ട്. അത് ഉടൻ ഉണ്ടാകും. ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അല്ല, അതിനു മുമ്പൊക്കെ എന്തായാലും കുറേ ആളുകൾ വരും. താങ്കളുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ സ്വാധീനത്തിലുള്ള ആളുകൾ വരും. അത് എത്ര പേരുണ്ടാവും? അങ്ങനെ പറയാൻ പറ്റില്ല, നല്ലോണം ആൾക്ക്. കാരണം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തൃശ്ശൂർ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതിൽ കുറേ പേര് വരും. പിന്നെ അത് മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അവിടെ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ജോലിയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനിപ്പോൾ ഞാൻ തുടങ്ങും എന്തായാലും. ഞാനിപ്പോൾ വേറെ ഒന്നും നോക്കുന്നില്ല. പാർട്ടീനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് വലിച്ചിഴയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഈ ഒരു ആളുകളെ കൊണ്ടുവരുന്നു, അത് ഏത് ലെവലിലുള്ള ആളുകളാണ്? എല്ലാ തരത്തിലുള്ള ആൾക്കാരും, താഴത്തെ തട്ട് തൊട്ട് മുകളിലേക്ക് വരെയുള്ള ആളുകൾ. എല്ലാവർക്കും മനസ്സും അടുത്തു. കാരണം അതിലത്തെ രീതി ഇപ്പം അങ്ങനെയാണ്. ഞാനിപ്പോഴും പറയാറുണ്ട്, ആ പ്രസ്ഥാനത്തിനോട് എനിക്കിപ്പോഴും ദേഷ്യമില്ല. പക്ഷെ ഇവിടെ കുറേ നേതാക്കന്മാരുണ്ട്, അവരെയും കൊണ്ട് മുന്നോട്ട് പോകുക പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അധപ്പതനായിരിക്കും കേട്ടോ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിന് കേരളത്തിലുണ്ടാവുമെന്ന് സംശയം എനിക്ക്. കോൺഗ്രസിലേക്ക് വന്നാൽ അവിടെ ഒരു തലമുറ മാറ്റം നടന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ മാറി. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കണേ? അല്ല, ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കോൺഗ്രസിനെ പറ്റി പറയാൻ തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാൻ ഇപ്പോൾ BJP, പക്ഷെ എനിക്കിത് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം കെ സുധാകരൻ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അതിപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് മോശമായി. തമ്മിൽ പലരും മനസ്സും അടുത്ത് പഴയ കോൺഗ്രസ്സുകാർ പലരും എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി പണിയെടുക്കണില്ല, എന്തിനാ അത്, തമ്മിൽ വെറുതെ വഴക്കും കാര്യങ്ങളും. പിന്നെ വന്ന ആളുകളെ പറ്റിയിട്ട് വലിയ അഭിപ്രായം കോൺഗ്രസ്സുകാർക്കില്ല. എൻ്റെ സഹോദരൻ പണ്ട് പറഞ്ഞ മാതിരി എന്ത് ഫോട്ടോ അറിയുന്ന ആളെ വെക്കണം എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ സണ്ണി ജോസഫിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും സണ്ണി ജോസഫിനെ പറ്റി പലർക്കും അറിയില്ല. അദ്ദേഹം ഒരു എന്താ പറയണ്ട, ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ടിരിക്കും എന്നല്ലാണ്ട് ബാക്കി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെന്നൊന്നും എനിക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കിടന്നിങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് പോലും അത് അറിയണില്ല. പിന്നെ സാധാരണ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തവരില്ല. അദ്ദേഹം എന്താ പറയുക, കട്ടക്ക് എല്ലാവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്ന ഒരാൾ. ഇപ്പോൾ കോൺഗ്രസ് അതുകൊണ്ട് ഒരു DCC ലെവലിലേക്ക് താണമാതിരി എനിക്ക് തോന്നണം. KPC അല്ല ഇപ്പോൾ DC ലെവലിലെ ആൾക്കാരാണ് അതിലിരിക്കുന്നത്. അടുത്തൊരു ഇലക്ഷനിൽ 2026 എന്തായിരിക്കും എന്നാണ് ഒരു തോന്നൽ? അല്ല, കോൺഗ്രസിൻ്റെ ഇത് ഇപ്പോഴത്തെ അടിയും ബഹളവും എല്ലാം കൂടി കണ്ടിട്ട് ശക്തമായിട്ടുള്ളൊരു നേതൃത്വം ഇല്ല. അവരെ എങ്ങനെയാണ് എന്തോ ഈ 100 സീറ്റ് എന്ന് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. കാരണം അതിനിടയ്ക്ക് ആരോ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും, അപ്പം പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നൊക്കെ. അത് വെട്ടിത്തരാണ്. കാരണം പണ്ട് രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഗുണം പാർലമെൻറ്റിലാണ് കിട്ടിയത്. അസംബ്ലി ആയപ്പോൾ അത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരിക്കൽ ഒരു ചക്ക വീണ് മല എത്തുമെന്ന് പറഞ്ഞ മാതിരി എപ്പോഴത് ഉണ്ടാവണം എന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു അവിടുന്ന് ഒരാൾ ഇവിടെ വന്ന് മത്സരിക്കുക. അതൊക്കെ വെറും വെട്ടിത്തരങ്ങളാണ്. ഈ 100 സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉറപ്പുള്ള ഒരാൾ ഇത് പറയില്ല, നമ്മുടെ ഉള്ളിൽ വെക്കുകയുള്ളൂ. അങ്ങനെ ഇല്ലാത്തവരാണിത് പറയണത്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് എങ്ങനെ നോക്കിയിട്ടും എനിക്ക് അറിയണില്ല എങ്ങനെയാണ് UDF അധികാരത്തിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിനൊരു തുടർഭരണം കിട്ടുന്നതാണ്. അത് നമുക്ക് എന്താ പറയണ്ടേ, BJPയുടെ നില നന്നായിട്ട് BJP ഒന്നുമില്ലെങ്കിലും എന്താ പറയണ്ട, അധികാരത്തിലെത്തോ എന്നുള്ളതൊന്നും എനിക്ക് ഈ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റില്ല. പക്ഷെ BJP ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആര് ഭരിക്കണം, BJP ഡിസൈഡിങ് ഫാക്ടർ ആകുക എന്ന് പറഞ്ഞാൽ പിണറായിക്ക് അല്ലെങ്കിൽ CPM-ന് തുടർഭരണം കിട്ടുന്നു എന്നുള്ളതാണ്. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഇക്കാര്യത്തിൽ. ഞാൻ പറയാറില്ലേ, അവസാനത്തെ ഒരു 3 മാസം 6 മാസം ആകുമ്പോഴേ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്ത് നല്ല ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും അവസാനത്തെ ഒരു 6 മാസമാണ് ജനങ്ങൾ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് UDFന് യാതൊരു സാധ്യതയും ഞാൻ കാണണില്ല. അതോ അപ്പോൾ BJP ഡിസൈഡിങ് ഫാക്ടർ ആകും എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, BJPക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും. BJPക്ക് നല്ല വിധത്തിലൊരുവിധം നന്നായിട്ട് സീറ്റുകൾ കിട്ടും. കാരണം ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ എണ്ണം കൂടും. ഒരു 2 മാസം ഒക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ, ഞാൻ എൻ്റെ അറിയുന്ന രാഷ്ട്രീയം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 2 മാസത്തിനുള്ളിൽ കോൺഗ്രസ്സിൽ നിന്ന് കുറേ ആളുകൾ
ഇതിലേക്ക് വരും. കാരണം അവർക്കൊരു ആത്മവിശ്വാസം പോയി. ഈ പുനഃസംഘടനയോട് കൂടിയിട്ടാണ് അത് കൂടിയത്. അതുവരെ അധികാരത്തിൽ വരും എന്നൊരു ചെറിയൊരു ധൈര്യം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു, അത് പോയി. കെ മുരളീധരൻ്റെ കോൺഗ്രസിലെ ഭാവി എന്തായിരിക്കും? അല്ല, അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ ഇന്ന് പറയണല്ല അദ്ദേഹം നാളെ ചെയ്യുക. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇന്ന് ഇത് പറഞ്ഞാൽ നാളെ എതിരായിരിക്കും എൻ്റെ സഹോദരൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ആളുടെ രാഷ്ട്രീയത്തിനെ പറ്റി ഞാനൊന്നും ആലോചിക്കാറില്ല ഇപ്പം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ BJPയുടെ പൊളിറ്റിക്സ്, ഈ പാർട്ടീനെ എങ്ങനെ വളർത്താം, അങ്ങനെയുള്ള ചിന്തകളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. കോൺഗ്രസിനെ പറ്റി സത്യം പറഞ്ഞാൽ ആലോചിക്കാറേ ഇല്ല ഞാൻ. കെ മുരളീധരൻ എന്തെങ്കിലും BJPയിൽ വരും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഒന്നും അസംഭാവ്യമല്ല നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. ആര് വരും ആര് പോവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ യാതൊരു ഇതുമില്ല. ഞാൻ അതിനെപ്പറ്റി അതുകൊണ്ട് തന്നെ ആര് വരണോ എന്ത് പോകണോ. പക്ഷെ എനിക്കറിയാം കോൺഗ്രസ് നല്ലൊരു വിഭാഗം ഇങ്ങോട്ട് വരും എന്നുള്ളത്. എനിക്ക് എന്താ പറയണേ, ഞാൻ പലരോടും ഇപ്പോഴും എനിക്ക് അതിൽ സുഹൃത്തുക്കളുണ്ട്. എല്ലാ പാർട്ടിയിലും എനിക്ക് സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസ് ഈ പറഞ്ഞ മാതിരി ഏത് രീതിയിൽ പോകും നമുക്ക് 2 മാസത്തിനുള്ള അറിയാൻ പറ്റും. BJPയുടെ പൊതുപരിപാടികളിലൊന്നും നമ്മൾ വിചാരിച്ചത് പത്മജ വേണുഗോപാൽ വലിയ ഒരു നിറസാന്നിധ്യമായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഞാൻ ഇലക്ഷൻ സമയത്ത് നന്നായിട്ട് ഇത് പോയിരുന്നു. അപ്പം പിന്നെ നമ്മളൊരു പാർട്ടി പോസ്റ്റില്ലാണ്ട് നമ്മൾ വെറുതെ അങ്ങനെ ഒരു ആൾക്കാരെ കൂട്ടത്തിൽ പോയിരിക്കുമ്പോൾ അവർക്ക് വിഷമം, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഏത് താഴത്തെ നിലയിലും പോയിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ദേശീയ കൗൺസിലിലേക്ക് എന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നുണ്ട്. കാരണം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറയാനുണ്ടല്ലോ, അങ്ങനെ പോവും. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് അച്ഛൻ്റെ കൂടെ ഒന്ന് പഠിച്ചിട്ടുള്ള ഒരു ജോലിയാണ് ഞാനത്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇനിയുള്ള വേദികളിൽ എന്നെ കാണാം. ഇപ്പോൾ അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പല വേദികളിലും ഞാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ നമുക്കത് കേൾക്കണം. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി എനിക്ക് മത്സരിക്കാൻ അത്ര വലിയ ആഗ്രഹമില്ല. ശശി തരൂരിനെ പോലുള്ള നേതാക്കന്മാർ പാർട്ടിയോട് വല്ലാതെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസ് ഒരു വഴിക്ക്, ശശി തരൂർ മറ്റൊരു വഴിക്ക് എന്നുള്ള നിലയ്ക്കായിട്ട് ഒത്തിരി കാലമായി. അദ്ദേഹം BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം BJP പോണില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അദ്ദേഹത്തോട് സത്യം പറഞ്ഞാൽ ഭയങ്കര കുശുമ്പ പൊതുവെ എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ പഠിപ്പ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്, ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം, പിന്നെ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ എന്താ പറയുക, ആൾക്കാർക്കുള്ളൊരു താല്പര്യം, ഇതെല്ലാം കോൺഗ്രസ്സിലെ ഓരോ വ്യക്തികൾക്കും കുശുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള ഒരു ഇത് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ പരിപാടികൾക്ക് വിളിച്ച് അദ്ദേഹം വരും. പക്ഷെ അദ്ദേഹം ഇല്ലാത്ത സമയത്തെ പരിപാടി നടത്തുള്ളൂ. കാരണം അദ്ദേഹം വന്നാൽ എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോകും. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ അപമാനിക്കൽ കുറേ സഹിച്ചിട്ടുണ്ട് ആൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നും ആള് പ്രതികരിക്കില്ല. കാരണം ആൾക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ പണ്ടത്തെ എൻ്റെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത്രയൊരു ഇതുള്ളതാണ്. പക്ഷെ ഒരു പരിധി എല്ലാത്തിനും ഇപ്പം ഞാൻ പരിധി വിട്ടപ്പോൾ ഞാൻ പ്രതികരിച്ചില്ലേ. അങ്ങനെ എല്ലാവർക്കും കൊണ്ട് സഹിക്കാം. എൻ്റെ അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സമീപഭാവിയിൽ അപ്പോൾ തരൂരിനെ BJPക്ക് പ്രതീക്ഷിക്കാമോ? തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്. കാരണം ഒരാളുടെ മനസ്സ് നമുക്ക് വേറെ ആൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് അവിടെ തുടരാൻ ബുദ്ധിമുട്ട്. ആ രീതിയിലുള്ള അപമാനമാണ് അദ്ദേഹം സഹിക്കുക. ഇപ്പം അടുത്ത് തന്നെ ഉണ്ടായ കാര്യം അറിയില്ലേ, ഇത്രയും വലിയൊരാൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട്, അതും പുറമേ പോയാൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ കയ്യിലുള്ളപ്പോൾ ആദ്യം നമ്മുടെ തലയിൽ ഇപ്പോൾ ആളെ പറഞ്ഞേക്കണം എന്നല്ലേ. എന്തുകൊണ്ട് ആളുടെ പേര് കൊടുത്തില്ല? അതായത് ഇതിപ്പോൾ രാഷ്ട്രീയമല്ലല്ലോ. എല്ലാ പാർട്ടിക്കാരും കൊണ്ട് മുസ്ലിം ലീഗ് പോയി, LDF പോയി, ഈവൻ സ്റ്റാലിൻ വരെ കനിമൊഴീനെ വിട്ടു. എല്ലാവരും. കോൺഗ്രസ് മാത്രം എന്താ പ്രശ്നം? അത് 2 വാക്ക് പറയാൻ അറിയുന്ന ആൾക്കാർ വേണ്ടേ അവിടെ പോയിട്ട്? അല്ലാണ്ട് അവിടെ പോയി ഈ താറും കുത്തി നടന്ന് ഹിന്ദി മാത്രം പറയുന്ന ആൾക്കാർ അവിടെ പോയിട്ട് എന്ത് പറയാനാ? ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഇന്ത്യയുടെ ഒരു മനസ്സ് അവിടെ പറയാൻ അദ്ദേഹത്തിന് പറ്റും. അങ്ങനത്തെ ആൾക്കാരല്ലേ വിടേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ആരും പോയി ഷൈൻ ചെയ്യണ്ടെന്നൊരു തോന്നലായിരിക്കും. ഇതിൽ പറ്റിയൊരു ഈഗോ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കെ മുരളീധരനുമായിട്ടുള്ള ഒരു പിണക്കത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും പിണങ്ങി തന്നെ ഇരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇപ്രാവശ്യം മുരളിയേട്ടൻ്റെ സംസാരം എനിക്ക് വ്യക്തിപരമായിട്ടാണ് എന്നെ ഹേർട്ട് ചെയ്തത്. മറ്റേ രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നു. ഒരു സഹോദരനും പറയാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും
2 കൊല്ലം എങ്ങനെ ഞാൻ കടന്നുപോയി, ഞാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ആശ്വസിക്കേണ്ടത്. ആ സമയത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ, കാരണം എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയിരുന്നില്ല, ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഞാൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുറേ കാലം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം വന്നതാണ്, ദേഷ്യം വന്നില്ല എനിക്ക്. ഞാൻ മറ്റേക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ചാടി തുള്ളി മുള്ളേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കും, ഏട്ടനല്ലേ പറഞ്ഞോട്ടെ നേര്. പക്ഷേ ഇതെന്നെ വ്യക്തിപരമായിട്ട് എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. ആ വേദന എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട്. പിണറായിയുടെ ഭരണത്തെ എങ്ങനെയാണ് കാണുന്നത്? പിണറായിയുടെ ഭരണം നമുക്കൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. എല്ലാവരും പറഞ്ഞ മാതിരി ഇനി ഒരു പ്രാവശ്യം കൂടി അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ കേരളം വിട്ട് പോവുക നല്ലത്. അത്രയും വളരെ മോശമായിട്ട്. പിന്നെ അദ്ദേഹം എപ്പോഴും ഏകാധിപതിയാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയൊന്നും പാടില്ല ഈ പറഞ്ഞ മാതിരി. പിന്നെ പത്രക്കാരോ എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതി, അതൊന്നും എന്താ പറയണ്ടത്, സാധാരണ ജനം ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ എന്താ നാടിനൊരു ഗുണം ഉണ്ടായിട്ടുള്ളത്? ഈ പറഞ്ഞ മാതിരി കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം എട്ടുകാലി മുഞ്ഞുമാതിരി പറയുക ഇവരൊക്കെ എന്നല്ലാണ്ട് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇവർ ഇത്രയും കാലത്തിനിടയ്ക്ക്? ഞാൻ കണ്ടതിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ചെയ്ത 2 പേരാണ്. അത് എൻ്റെ പിതാവും പിന്നെ ഉമ്മൻചാണ്ടി. സംഗതി ഞങ്ങൾ ഗ്രൂപ്പൊക്കെ പണ്ട് വഴക്കുന്നുണ്ടെങ്കിലും നല്ലതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വേറെ ഒരാളും ഡെവലപ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിൽ. അപ്പോൾ വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സഹകരിക്കും.